നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് ആരാണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആരാണ് ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത്? വി.പി. മേനോനാണ്. ആരാണ്? വി.പി. മേനോനാണ് ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ആരുടെ കൃതികളാണ്? നമ്മളോട് പരീക്ഷയിൽ പലപ്പോഴും കൃതികൾ തന്നിട്ട് അതെഴുതിയ ആൾ ആരാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ എഴുതിയ ആളുടെ പേര് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൃതി ഇതിൽ നിന്ന് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളതും ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ളതും ആരുടെ കൃതികളാണ്? വി.പി. മേനോൻ്റെ കൃതികളാണ്. അപ്പോൾ ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് വി.പി. മേനോനാണ്. വി.പി. മേനോൻ്റെ കൃതികളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളതും ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ളതും. ഏതൊക്കെയാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളതും ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ളതും ആരുടെ കൃതികളാണ്? വി.പി. മേനോൻ്റെ കൃതികളാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. എന്നാണ്? 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. എന്നാണ്? 1950 ജനുവരി 26. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് കാലയളവിലാണ്? 1951-52 കാലയളവിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. എന്നാണ്? 1951-52 കാലയളവിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് ആരാണ്? വി.പി. മേനോനാണ് ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളതും ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ളതും ആരുടെ കൃതികളാണ്? വി.പി. മേനോൻ്റെ കൃതികളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളതും ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ളതും. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് എന്നാണ്? 1951-52 കാലയളവിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതായിരുന്നു? ഹൈദരാബാദ് ആയിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിട്ടിരുന്നത് ഹൈദരാബാദ് ആയിരുന്നു. ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താൻ തീരുമാനിച്ച നിസാം ആരാണ്? നിസാം ഉസ്മാൻ അലി ഖാനാണ് ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താൻ തീരുമാനിച്ച നിസാം. ഹൈദരാബാദിൻ്റെ നൈസാമായിട്ടുണ്ടായിരുന്ന നിസാം ഉസ്മാൻ അലി ഖാനാണ് ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഹൈദരാബാദിലെ ജനങ്ങളെ അടിച്ചമർത്തിയ നിസാമിൻ്റെ ഭീകര സേനയെ റസാക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത്. ആ സേനയുടെ പേര് റസാക്കർമാർ എന്നാണ്. അപ്പം ഹൈദരാബാദിലെ ജനങ്ങളെ അടിച്ചമർത്തിയ നിസാമിൻ്റെ ഭീകര സേനയാണ് റസാക്കർമാർ. ഹൈദരാബാദിനെ വരുതിയിലാക്കാൻ ഇന്ത്യൻ സേന നടത്തിയ നീക്കത്തെയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത്. ഹൈദരാബാദിനെ വരുതിയിലാക്കാനായിട്ട് ഇന്ത്യൻ സേന നടത്തിയ നീക്കത്തെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ പോളോ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഹൈദരാബാദ് ആയിരുന്നു. ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താൻ തീരുമാനിച്ച നിസാമാണ് നിസാം ഉസ്മാൻ അലി ഖാൻ. ഹൈദരാബാദിലെ ജനങ്ങളെ അടിച്ചമർത്തിയ നിസാമിൻ്റെ ഭീകര സേനയാണ് റസാക്കർമാർ. ഹൈദരാബാദിനെ വരുതിയിലാക്കാനായിട്ട് ഇന്ത്യൻ സേന നടത്തിയ നീക്കത്തെ ഓപ്പറേഷൻ പോളോ എന്നാണ് അറിയപ്പെടുന്നത്. ഹൈദരാബാദിനെ നിയന്ത്രണത്തിലാക്കാൻ നടത്തിയ സേനാ നീക്കത്തെ പോലീസ് നടപടി എന്ന് വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഹൈദരാബാദിനെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സേനാ നീക്കത്തെ പോലീസ് നടപടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഹൈദരാബാദിനെ നിയന്ത്രണത്തിലാക്കാനായിട്ട് നടത്തിയ സേനാ നീക്കത്തെ പോലീസ് നടപടി എന്ന് വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്.
1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് ഗാന്ധിജി എവിടെയായിരുന്നു? ഗാന്ധിജി ബംഗാളിലായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി ബംഗാളിലായിരുന്നു. ഇന്ത്യയിലെ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30 എന്നാണ്. ഇന്ത്യയിലെ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഹൈദരാബാദിനെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സേനാ നീക്കത്തെ പോലീസ് നടപടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? അദ്ദേഹം ബംഗാളിലായിരുന്നു. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ്? ദേശീയ സമ്മതിദായക ദിനമായിട്ട് ജനുവരി 25 ആചരിക്കുന്നത്. അതൊന്ന് കണക്ട് ചെയ്താൽ നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ എന്താണ്? കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 അപ്പോൾ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നതും ജനുവരി 25 ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. പല പ്രസ്ഥാനങ്ങളും നമ്മളോട് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു? സംസ്ഥാനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷൻ്റെ തലവൻ ഫസൽ അലി ആയിരുന്നു. ആരാണ്? ഫസൽ അലി ആയിരുന്നു സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷൻ്റെ തലവൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 25 ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ വിനോബ ഭാവെ. സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനരേകീകരിക്കാനുള്ള കമ്മീഷൻ്റെ തലവൻ എന്ന് പറയുന്നത് ഫസൽ അലി ആയിരുന്നു. ആരാണ്? ഫസൽ അലി. ഹൈദരാബാദിനെ നിയന്ത്രണത്തിലാക്കാൻ നടത്തിയ സേനാ നീക്കത്തെ പോലീസ് നടപടി എന്ന് വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? അദ്ദേഹം ബംഗാളിലായിരുന്നു. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതോ 1950 ജനുവരി 25 സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഹൈദരാബാദായിരുന്നു. ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താൻ തീരുമാനിച്ച നിസാം ഉസ്മാൻ അലി ഖാൻ. ഹൈദരാബാദിലെ ജനങ്ങളെ അടിച്ചമർത്തിയ നിസാമിൻ്റെ ഭീകരസേനയാണ് റസാക്കർമാർ. ഹൈദരാബാദിനെ വരുതിയിലാക്കാനായിട്ട് ഇന്ത്യൻ സേന നടത്തിയ നീക്കത്തെയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നാട്ടുരാജ്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് VP മേനോനാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ആരുടെ കൃതികളാണ്? VP മേനോൻ്റെ കൃതികളാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് 1951-52 അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്കെന്താ ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലും കവർ ചെയ്യണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം തന്നെ ഈ ക്ലാസ് കേൾക്കുക. ഒപ്പം എന്ത് ചെയ്യുക?
ആവർത്തിച്ച് കേട്ട് കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നോട്ട്സ് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളെ പറ്റിയിട്ട് കമൻറ്റുകൾ ചെയ്യാനും ഒപ്പം എന്ത് ചെയ്യുക, കൂടുതൽ കുട്ടികളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.